പണ്ടൊരു ആകാശവും ഭൂമിയും അതെ അതെ അതെ. പക്ഷെ അതൊക്കെ വേറെ തന്നെ നമുക്ക് കാര്യമുണ്ട്. സ്വന്തമായിട്ടുണ്ടായിരുന്നല്ലോ. അടിസ്ഥാനപരമായ വികാരങ്ങൾ എല്ലാ കാലത്തും ഒന്നാണ്, ഒരിക്കലും മാറില്ല. അതായത് രാമനെ കാട്ടിലേക്ക് അയച്ചപ്പോൾ ദശരഥനുണ്ടായ എല്ലാ സങ്കടങ്ങളും എൻ്റെ മോനെ ഇറാനിലേക്കോ ഇറാഖിലേക്കോ ജോലിക്ക് വിടുമ്പോൾ എനിക്കുണ്ടാവും. ആ സമയത്തല്ലേ നിലാവേ നിലാവേ നീ മയങ്ങൽ എന്നൊക്കെ ഉള്ളൊരു പാട്ടിന്റെ ആവാൻ കഴിഞ്ഞ തന്നെ ഒരു വലിയൊരു. അതെ അതെ. ഈ പാട്ടെഴുത്തുന്നല്ല, എല്ലാം രണ്ട് തരമാണ്. ഒന്ന് പ്രഗത്ഭന്മാർ സഞ്ചരിക്കുന്ന വഴിയുണ്ട്, പ്രതിഭകൾ സഞ്ചരിക്കുന്ന വഴിയുണ്ട്. നമ്മൾ 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം +2 പോകുന്നു എന്നുള്ളത് പ്രതിഭയുടെ വഴിയല്ല കേട്ടോ, അത് പ്രഗത്ഭന്മാരുടെ വഴിയാണ്. വളരെ പ്രാഗൽഭ്യത്തോടെ ഇങ്ങനെ പോയാൽ ഇങ്ങനെ എത്തും, അങ്ങനെ എത്തും എന്നൊക്കെ ചിന്തിക്കുന്ന സംഭവം ഉണ്ടല്ലോ. ഇന്ന ബസ്സിൽ കയറിയാൽ കാക്കനാട് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് ഇറങ്ങാം, ഇതൊക്കെ പ്രഗത്ഭന്റെ വഴിയാണ്. പക്ഷെ പ്രതിഭയ്ക്ക് ഈ വഴിയേ ഇല്ല. പ്രതിഭ കാക്കനാട് നിന്ന് കയറി കഴിഞ്ഞാൽ അമേരിക്കയിലൊക്കെ ഇറങ്ങി തരും. ഞാൻ വേറെ ഒരു വലിയൊരാളെ കാണുമ്പോഴത്തേക്ക്, ഒരു മഹാപ്രതിഭയെ കാണുമ്പോൾ വേണമെങ്കിൽ ബഹുമാനിക്കാം, പക്ഷെ അന്തം വിട്ടിട്ട് അസൂയപ്പെടുമൊന്നും വേണ്ട. കാര്യം ആ സ്പേസ് എൻ്റെ അല്ലല്ലോ. എൻ്റെ സ്പേസിലേക്ക് അദ്ദേഹത്തിന് എത്താൻ നോക്കില്ല. കാര്യം എൻ്റെ പ്രണയവും എൻ്റെ സങ്കടവും അദ്ദേഹം അനുഭവിച്ചിട്ടില്ലല്ലോ. അറിയാമല്ലോ, NSSന്റെ ഒരാളാണ് അതി, അല്ല ഒരുപാട് അതിഥികളൊന്നുമില്ല, ഒറ്റ ആൾ. മുമ്പിലൊരു 35 MLA-മാരും 10-15 MP-മാരും പിന്നെ വലിയ വലിയ ആൾക്കാരും ഇത് കേൾക്കാനുണ്ടാവും. മുഖ്യ പ്രഭാഷകനായിട്ട് ഒരാൾ. അത് കഴിഞ്ഞ വർഷം ഉപരാഷ്ട്രപതിയാണെങ്കിൽ ഇത്തവർഷം ആരായിരിക്കും? ചില നമ്മുടെ മുഖ്യമന്ത്രിയോ. അപ്പോൾ ഈ വർഷത്തെ മുഖ്യാതിഥിയായിട്ട് എന്നെ ക്ഷണിച്ചു. 7 ഞാൻ എ ആർ റഹ്മാൻ്റെ പഞ്ചതൻ സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം 2 ദിവസം ചെലവഴിച്ചു. അദ്ദേഹത്തോടൊപ്പം ഇരുന്നിട്ടാണ് ആ പാട്ടുണ്ടാക്കിയത്. അപ്പോൾ അത് എൻ്റെ കഴിവോ എൻ്റെ പ്രാഗൽഭ്യമോ എൻ്റെ പ്രസക്തിയോ കൊണ്ടല്ല, എന്നെ നിയോഗിക്കപ്പെടുന്ന ഏതോ ഒരു അതീതമായ ഏതോ ശക്തി, ഈ ശക്തി എന്നെ നടത്തിക്കൊണ്ടു പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് പേരോട് കടപ്പെട്ടിട്ടുണ്ടെങ്കിലും അന്ധമായി അവരെ പിന്താങ്ങാത്തതിൻ്റെ കാരണം അവരും നിയോഗിക്കപ്പെട്ടതാണ് എന്നെ സഹായിക്കാനും. അത്രയും ഡെപ്ത് ഉണ്ടോ ഈ ഓരോ ഇപ്പോഴത്തെ ജനറേഷനിലെ പാട്ടുകൾക്ക്? ഈ ഭാഷയുടെ അല്ലെ, ഈ ഭാഷ, ഈ കാൽപ്പനിക സൗന്ദര്യം പുതിയ പാട്ടുകൾക്കില്ല. അത് ഒരു സത്യസന്ധമായ കാര്യമാണല്ലോ. ഈ പാട്ട് എപ്പോഴും കാൽപ്പനികതയിലാണ്, യാഥാർത്ഥ്യത്തിലല്ല. സിനിമ റിയലാവും അല്ലേ, സിനിമയൊക്കെ റിയലാണ്. ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഞാൻ പോയിട്ട് വരാം എന്നൊന്നുമല്ലല്ലോ പറയണം. ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നമ്മൾ അച്ഛനോട് യാത്ര പറയുന്നത് പോലെ അല്ലെങ്കിൽ ഭാര്യയോട് സംസാരിക്കുന്നത് പോലെ ഒക്കെയാണ് സംസാരിക്കുക. പക്ഷേ അതുപോലെ പാട്ടാവരുത്. എല്ലാം റിയലാകും, പക്ഷെ പാട്ട് റിയലാവരുത്. പാട്ടിന് അതിനപ്പുറത്ത് എന്തോ ഒരു ഭംഗിയുണ്ട്. നീ മേഘം പോലെയാന്ന് പറഞ്ഞാൽ മേഘം പോലെ അല്ലല്ലോ നീ. നമുക്കറിയാമല്ലോ അത് റിയൽ അല്ല. പക്ഷെ പിന്നെ നമ്മൾ ചിന്തിക്കുവാണ്, നീ മേഘം പോലെയാണ്. ഇടയ്ക്ക് പെയ്യാം, ചിലപ്പോൾ പെയ്യാതിരിക്കാം, ചിലപ്പോൾ നീ മൂടിക്കെട്ടിയിരിക്കാം, നീ ചിലപ്പോൾ തെളിയാം, നീ ചിലപ്പം ഞാനാകുന്ന കാറ്റിനെ അനുഗമിക്കാം എന്നൊക്കെ വിചാരിക്കുന്ന രീതിയിൽ അതിനൊരു വലിയ ഭാവനാ ലോകമുണ്ട്. ഈ ഭാവനാ ലോകം മാറ്റി നമ്മൾ വായി തോന്നുന്നതൊക്കെ സംസാരിക്കുന്ന പോലെ ഞാൻ അങ്ങോട്ട് പോകും, നീ കൂടെ വാടി എന്ന് പറഞ്ഞാൽ പാട്ടാകുമോ എന്ന് ചോദിച്ചാൽ അപ്പം ആസ്വദിക്കാം, പിന്നെ ചിന്തിക്കാനൊക്കെ ഇല്ല. ഇത് പ്രകൃതിയുമായി റിലേറ്റഡ് ആയിട്ട് കുറേ ബിംബങ്ങളൊക്കെ വച്ച് ഈ പാട്ടിനെ കാലാതിവൃത്തിയാക്കാനുള്ള ഒരു 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 ശ്രമമാണ്. അത് കുറഞ്ഞു പോയാൽ പാട്ട് നിലനിൽക്കില്ല. അപ്പോൾ ചോദിക്കും അല്ലാത്ത പാട്ട് നിലനിൽക്കില്ലെന്ന്. അതുണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും അതിനൊക്കെ അപവാദങ്ങളുള്ള പാട്ടുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാം ഉണ്ടാവാം. പക്ഷെ പാട്ട് ഇങ്ങനെ ആയിരിക്കണം. പക്ഷെ ഇന്ന് പ്രകൃതി രമണീയൊന്നും ഇന്നത്തെ ജനറേഷൻ കാണുന്നില്ലല്ലോ. അല്ല, ഇപ്പോൾ നമുക്ക് ഞാറ്റുവേല, എത്ര ഞാറ്റുവേല, ഇപ്പൊ തിരുവാതിര ഞാറ്റുവേല മാത്രമാണ് എന്ന് പറയാനാവുന്നില്ല. ഇപ്പൊ നമ്മളൊരു കൊയ്ത്തു പാട്ട് പാടുക, കൊയ്യുന്നത് യന്ത്രമാണല്ലോ. പിന്നെ നമ്മളിപ്പോ അപ്പൊ യന്ത്രത്തിന് വികാരമില്ല. അപ്പൊ യന്ത്രം കൊയ്യുകയാണ്. വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ട് കൊയ്തിട്ട് നാളെ ഒരു നല്ല കാലം വരുമെന്ന് സ്വപ്നം കാണുന്നവന്റെ ഹൃദയത്തിലേക്കാണ് പാട്ട് കാലത്ത് വന്നത്. അപ്പൊ ഇങ്ങനത്തെ മാറ്റങ്ങളുണ്ട്. പണ്ടൊരു ആകാശവും ഭൂമിയും. അതെ അതെ അതെ. പക്ഷെ വേറെ അടിസ്ഥാനപരമായ വികാരങ്ങൾ എല്ലാ കാലത്തും ഒന്നാണ്, ഒരിക്കലും മാറില്ല. അതായത് രാമനെ കാട്ടിലേക്ക് അയച്ചപ്പോൾ ദശരഥനുണ്ടായ എല്ലാ സങ്കടങ്ങളും എൻ്റെ മോനെ ഇറാനിലേക്കോ ഇറാഖിലേക്കോ ജോലിക്ക് വിടുമ്പോൾ എനിക്കുണ്ടാവും. ഒരു മാറ്റവും ഇല്ല. മറ്റേത്
വത്സ സൗമിത്ര കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ എന്ന് രാമൻ ചിലപ്പോൾ ലക്ഷ്മണനോട് പറഞ്ഞു കാണും. നമ്മൾ പറയും മോനെ സൂക്ഷിച്ചു പോണേ, ചിലപ്പം വല്ല മിസൈലൊക്കെ വന്നു കഴിഞ്ഞാൽ നീ എവിടെയെങ്കിലും പാത്തിരുന്നോളാം കേട്ടോ, മക്കളെ ഓടി വന്നേക്കണേ, അച്ഛന് വേറെ ആരും ഇല്ല എന്നൊക്കെ പറയും. അതെ അതെ, ഇമോഷൻസ് എല്ലാം സെയിം ആണ്. വിഷ്വൽ മാറും, ഇമോഷണൽ ഒന്നായിരിക്കും. വിഷ്വൽ മാറും, വിഷ്വലിന് ഭാഷ മാറും, എല്ലാം മാറും. അടിസ്ഥാനമായ വികാരങ്ങൾ എല്ലാ കാലത്തും ഒന്നാണെന്നിരിക്കെ അതിനെ മറന്നുകൊണ്ടുള്ള ഏത് കലയുടെ സമീപനവും അപ്രസക്തമായി പോകും. ഒരു സംശയമില്ല കാര്യത്തിൽ. ആ സമയത്ത് നിലാവേ നിലാവേ നീ മയങ്ങൽ എന്നൊക്കെയുള്ളൊരു പാട്ടിന്റെ ആവാൻ കഴിഞ്ഞ തന്നെ ഒരു വലിയൊരു. അതെ അതെ, ഇത് ഈ പാട്ടെഴുത്തുന്നല്ല, എല്ലാം രണ്ട് തരമാണ്. ഒന്ന് പ്രഗത്ഭന്മാർ സഞ്ചരിക്കുന്ന വഴിയുണ്ട്, പ്രതിഭകൾ സഞ്ചരിക്കുന്ന വഴിയുണ്ട്. നമ്മൾ 10ാം ക്ലാസ് പാസ്സായതിന് ശേഷം +2 പോകുന്നു എന്നുള്ളത് പ്രതിഭയുടെ വഴിയല്ല കേട്ടോ, അത് പ്രഗത്ഭന്മാരുടെ വഴിയാണ്. വളരെ പ്രാഗൽഭ്യത്തോടെ ഇങ്ങനെ പോയാൽ ഇങ്ങനെ എത്തും, അങ്ങനെ എത്തും എന്നൊക്കെ ചിന്തിക്കുന്ന സംഭവം ഉണ്ടല്ലോ. ഇന്ന ബസ്സിൽ കയറിയാൽ കാക്കനാട് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് ഇറങ്ങാം, ഇതൊക്കെ പ്രഗത്ഭന്റെ വഴിയാണ്. പക്ഷെ പ്രതിഭയ്ക്ക് ഈ വഴിയേ ഇല്ല. പ്രതിഭ കാക്കനാട് നിന്ന് കയറി കഴിഞ്ഞാൽ അമേരിക്കയിലൊക്കെ ഇറങ്ങും ചിലപ്പോൾ. അവന് ബസ് പോലും വേണ്ട, അവൻ വലിയ ഭാവനാശാലിയാണ്. അതുപോലെ തന്നെ പ്രഗത്ഭനേക്കാളും ബ്ലസ്ഡുമാണ്. പക്ഷെ അവൻ ചെയ്യുന്നത് എന്താണെന്ന് പലപ്പോഴും ഉൾക്കൊള്ളാനാവാത്ത രീതിയിലുള്ള അത്ഭുതകരമായ സംഭവം അവനിൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ വിദ്യയ്ക്ക് കവചമായി വിനയം ഉണ്ടാവണം എന്ന് ഓരോ പ്രതിഭയെയും ഓർമ്മപ്പെടുത്തുന്ന കവി. നമ്മൾക്ക് വിദ്യയുണ്ട്, എഴുത്ത് വിദ്യയൊക്കെ ഉണ്ട്, പക്ഷെ അതിന് കവചമായി വിനയം ഉണ്ടാവണം. കാര്യം ഞാൻ നിയോഗിക്കപ്പെട്ട ആൾ മാത്രമാണ്. നിലാവ് നമ്മുടെ കുടുംബസ്വത്തല്ല. പക്ഷെ നിലാവിനോട് മയങ്ങരുതെന്ന് പറയാൻ എന്നെ കാത്തു വെച്ചു. അതെ, കറക്റ്റ്. ഇതിനു മുമ്പ് അങ്ങനെ നിലാവേ നിലാവേ നീ മയങ്ങരുതെന്ന് ആരും പറഞ്ഞില്ലല്ലോ. അപ്പൊ ഒരു വലിയ നിലാവാണ്. പാലൂര് എന്ന് പറയുന്ന പ്രസിദ്ധനായ കവി പറയുന്നുണ്ട്, പഴയതാണ് ആകാശം, പഴയതാണ് ഭൂമി, പഴയതാണ് വായു, പഴയതാണ് ജലം, പുതിയതായി ഒന്നുമില്ല. പുതിയതായി ഇവിടെ ഒന്നുമില്ല. പുതുമ എന്നാൽ മാറ്റി പറയല. പുതുമ എന്ന് പറയുന്നത് മാറ്റി പറയലാണ്. എങ്ങനെ പറയും? ഞാനായാൽ മതി, മാറ്റി പറയലായി. ഞാനിനി വേറൊരാളാകാൻ ശ്രമിച്ചാൽ അയാളിലേക്ക് എത്തുകയില്ല, പിന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്താനുള്ള സമയം ജീവിതത്തിൽ ഉണ്ടാവില്ല. ഞാനായി എൻ്റെ പ്രതലത്തിൽ എൻ്റെ സങ്കടങ്ങളുടെയും സ്വപ്നങ്ങളുടെയും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള വികാര തലത്തിലും ഞാനായി നിന്നു കൊടുത്താൽ മതി. അങ്ങനെ പലർക്കും സാധിക്കുന്നില്ല. പലരും എന്നെ തിരിച്ചറിയാതെ മറ്റൊരാളിലേക്കുള്ള യാത്രയ്ക്ക് പുറപ്പെട്ടിട്ട് പകുതിയാകുമ്പോൾ തീർന്നു പോകും. എൻ്റെ ഒരു അനുഭവം ചെറിയ ഒരു. അപ്പം എനിക്ക് വേറെ ആരാകാനുള്ള കഴിവില്ല ഇപ്പോഴും എന്ന് ഞാൻ നന്നായി ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷേ എൻ്റെ സ്പേസ് കാലം ഇങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് ഉൾക്കൊള്ളുകയാണ്. എല്ലാവർക്കും അങ്ങനെ സ്പേസ് ഉണ്ട്. ഞാൻ വേറെ ഒരു വലിയൊരാളെ കാണുമ്പോഴത്തേക്ക്, ഒരു മഹാപ്രതിഭയെ കാണുമ്പോൾ വേണമെങ്കിൽ ബഹുമാനിക്കാം, പക്ഷെ അന്തം വിട്ടിട്ട് അസൂയപ്പെടുമൊന്നും വേണ്ട. കാര്യം ആ സ്പേസ് എൻ്റെ അല്ലല്ലോ. എൻ്റെ സ്പേസിലേക്ക് അദ്ദേഹത്തിന് എത്താൻ നോക്കൂല. കാര്യം എൻ്റെ പ്രണയവും എൻ്റെ സങ്കടവും അദ്ദേഹം അനുഭവിച്ചിട്ടില്ലല്ലോ. ഈ തിരിച്ചറിവാണ് ഞാൻ എല്ലായിടത്തും ഞാനിപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം, ഈ മന്നം ജയന്തി, മന്നത്ത് പത്മനാഭൻ്റെ ഓർമ്മ ദിനമാണ് മന്നം ജയന്തി. ജനുവരി 2-നാണ്. ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലാണ് അത് കൊണ്ടാടുന്നത്. കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ വർഷം ഉപരാഷ്ട്രപതിയായിരുന്നു മുഖ്യാതിഥി. അതിനു മുമ്പ് ഓരോ വലിയ അതിഥികൾ, അറിയാമല്ലോ, NSSൻ്റെ ഒരാളാണ് അതിഥി, അല്ലാതെ ഒരുപാട് അതിഥികളൊന്നുമില്ല, ഒറ്റ ആൾ. മുമ്പിലൊരു 35 MLA-മാരും 15 MP-മാരും പിന്നെ വലിയ വലിയ ആൾക്കാരും ഇത് കേൾക്കാനുണ്ടാവും. മുഖ്യ പ്രഭാഷകനായിട്ട് ഒരാൾ. അത് കഴിഞ്ഞ വർഷം ഉപരാഷ്ട്രപതിയാണെങ്കിൽ ഇത്തവർഷം ആരായിരിക്കും? ചില നമ്മുടെ മുഖ്യമന്ത്രിയോ. അപ്പോൾ ഈ വർഷത്തെ മുഖ്യാതിഥിയായിട്ട് എന്നെ ക്ഷണിച്ചു. ഞാൻ ഈ 35ഓളം MLA-മാരോടും പിന്നെ 10ഓളം MP-മാരോടും മറ്റ് വലിയ സാംസ്കാരിക രംഗത്ത് വിരാജിക്കുന്നവരോടും ഒരു 1.25 മണിക്കൂർ സംസാരിച്ചു. അതിന് ഞാൻ റെക്കമെൻഡ് ചെയ്യാനൊന്നും അത് ലഭിക്കില്ല. എവിടെയോ ഞാൻ അടയാളപ്പെട്ടതിന് ശേഷം ആ അടയാളപ്പെടൽ തിരിച്ചറിഞ്ഞ നേതൃത്വം എന്നെ വിളിക്കുന്നതാണ്. മനസ്സിലായി? ഇതുപോലെ തന്നെയാണ് പല അവസരങ്ങളും. ഇപ്പോൾ A.R. റഹ്മാൻ താജ്മഹൽ പിന്നെ മഹാത്ഭുതങ്ങളുടെ പട്ടികയിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ഒരു സമയമുണ്ടായിരുന്നു. അത് 2005-07 കാലഘട്ടം. ലോക മഹാത്ഭുതങ്ങൾ ഇനി ഇത് വേണ്ട, വേറെ ഉണ്ടല്ലോ. അപ്പം ഈ പുനർനിർണയ കമ്മിറ്റി താജ്മഹലിനെ തഴയപ്പെട്ട സമയത്ത് ഭാരത സർക്കാർ ഒരു മ്യൂസിക്കൽ മൂവ്മെൻറ്റ്, ഒരു സംഗീത യാത്ര, ബോധവൽക്കരണ യാത്ര ലോകത്തെ അറിയിക്കാനാണ്. അതിന് റഹ്മാനാണ് ഏറ്റവും നന്നായി. കാരണം റഹ്മാൻ്റെ പാട്ടാണല്ലോ ലോകം അറിയുന്നത് ഇന്ത്യയിലെ ഒരു പ്രൊഫഷണൽ രീതിയിൽ.
അങ്ങനെ 4 ഭാഷകളിൽ 4 പാട്ടൊരുക്കാൻ എ ആർ റഹ്മാൻ തീരുമാനിക്കുന്നു. 2007 ആലോചിക്കണം. എനിക്കന്ന് ഒരു 20 സിനിമയുടെ ചരിത്രമല്ല, അതൊന്നുമില്ല. പിന്നെ ഒരു 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 10-15 നാടകം, ഒരു 10-15 ആൽബം, ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഗുൽസാറും വൈരമുത്തും ഒക്കെയാണ് ഓരോ ഭാഷകളെ നിയോഗിക്കപ്പെടുന്നത്. ഇവിടുന്ന് ONV സാറായിരിക്കുമല്ലോ, സ്വാഭാവികമാണല്ലോ. പക്ഷെ സാറിന് അവിടെ എത്താൻ കഴിയുന്നില്ല. ചിത്ര ചേച്ചി ഏതോ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ബോംബെയിൽ വെച്ച് റഹ്മാൻ ചോദിക്കുകയാണ്, നമുക്ക് മലയാളത്തിൽ നിന്ന് അത് രാജീവ് ആലങ്കലിനെ വിളിച്ചാൽ പെട്ടെന്ന് പാട്ട് എഴുതി കിട്ടുമെന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കും. 2007 ഞാൻ എ ആർ റഹ്മാൻ്റെ പഞ്ചതൻ സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം 2 ദിവസം ചെലവഴിച്ചു. അദ്ദേഹത്തോടൊപ്പം ഇരുന്നിട്ടാണ് ആ പാട്ടുണ്ടാക്കിയത്. അപ്പോൾ അത് എൻ്റെ കഴിവോ എൻ്റെ പ്രാഗൽഭ്യമോ എൻ്റെ പ്രസക്തിയോ കൊണ്ടല്ല, എന്നെ നിയോഗിക്കപ്പെടുന്ന ഏതോ ഒരു അതീതമായ ഏതോ ശക്തി, ഈ ശക്തി എന്നെ നടത്തിക്കൊണ്ടു പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് പേരോട് കടപ്പെട്ടിട്ടുണ്ടെങ്കിലും അന്ധമായി അവരെ പിന്താങ്ങാത്തതിൻ്റെ കാരണം അവരും നിയോഗിക്കപ്പെട്ടതാണ് എന്നെ സഹായിക്കാനും സ്നേഹിക്കാനും. അത് അവർക്കറിയാവുന്നതുകൊണ്ടാണ് അവരത് വിളിച്ചു പറയാത്തത്. ഞാൻ കുറേ സഹായിച്ചു, ഞാൻ രാജുവിനെ പൊക്കിക്കൊണ്ട് നടന്നൊന്നും ആരും പറയാത്തത്. അവർക്കതറിയാം. നമ്മളെക്കാൾ പ്രഗത്ഭരും നമ്മളെക്കാൾ വിവേകശാലികളുമായതുകൊണ്ട് അവർക്കറിയാം രാജീവിനെ അല്ലെങ്കിൽ എന്നെ പോലെ ഒരാളെ എനിക്ക് കൂടെ കൂട്ടാൻ ഒരു നിയോഗം ലഭിച്ചു. അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പോൾ യേശുദാസ് എന്ന് പറയുന്ന മഹാഗായകർ എത്ര പാട്ടുകൾ പാടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മളോട് പറഞ്ഞ് അടുത്തിരിക്കും. എനിക്ക് ഏറ്റവും വലിയൊരു ഒരു അനുഭവം ഉണ്ടായത് ഇനിയും കൊതിയോടെ പാട്ട്, ഇനിയും കൊതിയോടെ. അപ്പോൾ ആ പാട്ട് ഈ ഒരു 1.5 വർഷം മുമ്പ് ഞാൻ വാട്സപ്പിൽ ദാസേട്ടന് അയച്ചു കൊടുത്തു. അപ്പം നമ്മുടെ ഏറ്റവും വലിയ പാട്ടാണ്. ദാസേട്ടനാണെങ്കിൽ ഇത് കടൽ പോലെ കിടക്കുകയാണ്. അപ്പോൾ ഒരു 15-20 മിനിറ്റിനകം പ്രഭ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, ഈ പാട്ട് ഏതിലെയാണ് മോനെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഭാര്യ 1 മക്കൾ 3. ഇപ്പം രാജസേനൻ ചിത്രത്തിലെ പാട്ടാണ്. എം ജയചന്ദ്രൻ്റെ സംഗീതമാണ്. ദാസേട്ടൻ വളരെ ഭംഗിയായിട്ട് പാടിയിട്ട് ഞങ്ങളൊക്കെ ഇത് കൊണ്ടാടുകയാണ്. കൊടുക്കാം കേട്ടോ ദാസേട്ടനെന്ന്. മോനെ ഇപ്പം കേട്ടപ്പോൾ എനിക്ക് വലിയ ഫീലായി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഈ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ അങ്ങയുടെ അച്ഛനെക്കുറിച്ച് പറഞ്ഞത് ആദ്യത്തെ പുരസ്കാരം ഒരു പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി പണയം വെച്ചത്, മകനറിയാതെ പണയം വെച്ച ഒരു വെള്ളിക്കപ്പ്, അത് പിന്നീട് പ്രശസ്തനായി കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചു തരാൻ വന്ന ആ പണയം ഏറ്റെടുത്തയാളുടെ കഥ, അതൊക്കെ അങ്ങ് പറഞ്ഞത് എന്തോരം സങ്കടത്തോടെയാണ് അങ്ങ് പറഞ്ഞത്. അത് ഞാൻ അന്നും പറഞ്ഞല്ലേ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ച് ദാസേട്ടനോട് പറഞ്ഞു തന്നു. അമ്മ ഇല്ലാതായി പോയ ബാല്യ കൗമാരങ്ങളിൽ എന്നെ ചേർത്ത് പിടിച്ച് നിലാവുള്ള രാത്രിയിൽ കെട്ടിപ്പിടിച്ചുറങ്ങിയ എൻ്റെ അച്ഛനെക്കുറിച്ച്, ശ്രീ എം ജയചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ പിന്നെ മിതഭാഷിയായ അച്ഛൻ്റെ ഉള്ളിലെ കടൽ പോലെ ഇളകുന്ന സ്നേഹത്തെക്കുറിച്ച്, ഇങ്ങനെ നമ്മുടെ അച്ഛന്മാരെക്കുറിച്ച് പറഞ്ഞ് ഒരു 2-3 മണിക്കൂർ, 1 മണിക്കൂർ പോലും അങ്ങ് പാടാനെടുത്തില്ല, പക്ഷേ ഒരു 3 മണിക്കൂർ ഇങ്ങനെ സംസാരിച്ചിരുന്നു ഓർക്കണില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പലരിടത്തും അങ്ങനെ ഇരുന്ന് കാണും. ഞാൻ അതിന് ശേഷം പറഞ്ഞു, ദാസേട്ടാ, അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ, മടിയിൽ വെച്ച് ഓമനിക്കാൻ നമുക്ക് തോന്നുന്നൊരു പ്രായം ഉണ്ടാവും. ആ സമയത്ത് അച്ഛൻ അടുത്തുണ്ടാവില്ല. അച്ഛൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ചര്യകളും കഴിഞ്ഞ് കടന്നു പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ആ സമയത്ത് അങ്ങേ തലയ്ക്കൽ ഗാനഗന്ധർവൻ കരയാൻ തുടങ്ങി. ആ കരച്ചിൽ കട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ യൂട്യൂബിൽ ദാസേട്ടൻ ഞാനും തമ്മിലുള്ള പിന്നെ സംഭാഷണം ഇട്ടിരിക്കുന്നത്. എനിക്കത് എൻ്റെ വലിയ ഭാഗ്യമാണ്. പക്ഷെ ആ കരച്ചിൽ ഞാൻ കട്ട് ചെയ്തു. കാര്യം 85ഓളം വയസ്സായപ്പോൾ ഞങ്ങൾ സംസാരിക്കുകയാണ് അദ്ദേഹത്തിന്. ആ 85 വയസ്സുകാരനും അച്ഛനെ മിസ് ചെയ്യണം. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈ സമയത്ത് ജീവിച്ചിരിക്കില്ല, 85 വയസ്സുകാരൻ്റെ അച്ഛൻ. പക്ഷെ ആ സമയത്തും അച്ഛനെ ഇച്ചിരി കൂടി പരിചരിക്കാമായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരു വല്ലാത്ത വികാരതലത്തിൽ നമ്മളെത്തും. അപ്പം ഇതൊരു അനുഭവമാണ്. ഇപ്പോൾ പതിരുള്ള നാഴൂരി നെല്ലുമായന്നമ്മ പടികേറിയെത്തുന്ന സായന്തനം. രഘുകുമാറിൻ്റെ ഈണത്തിൽ 2000 ആണ്ടിൽ പിറന്ന ഓണപ്പാട്ടാണ്. ചിത്രവസന്തം എന്നാണ് ആൽബത്തിൻ്റെ പേര്. അപ്പോൾ എനിക്ക് ഈ ചെന്നൈ കാണാൻ വലിയ ആഗ്രഹമായിരുന്നു. കാര്യം ഭാസ്കരൻ മാഷും ഒരുപാട് ONV സാറും സാക്ഷാൽ വയലാറിൻ്റെ നാട്ടിലൊക്കെ നമ്മൾ ജീവിച്ച ഒരു ഓർമ്മകളുള്ളതുകൊണ്ട് അദ്ദേഹം മദിരാശിയിൽ പോകുന്നു എന്ന് ഇങ്ങനെ പണ്ട് തൊട്ടേ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളിലൊക്കെ പറയുന്നു. അപ്പം മദിരാശി എങ്ങനെ കാണാൻ ഒക്കുന്നു? കാണാൻ ഒരു വഴിയില്ല.
സിനിമയിൽ ഹരിഹരൻ പിള്ള എഴുതി, പക്ഷേ എന്നിട്ടും മദിരാശിയിൽ നിന്നും സിനിമ എറണാകുളത്തേക്ക് വന്നു വിട്ടുപോയി, അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ചിത്ര ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഇത്തവണ ഓണപ്പാട്ട് എഴുതാം. അത് പിന്നെ ഭർത്താവ് വിജയൻ ചേട്ടനാണ് എന്നെ ആദ്യം വിളിക്കുന്നത്, പിന്നെ ചേച്ചി സംസാരിക്കുന്നു. ഒരുപാട് വലിയ ആൾക്കാർ എഴുതുന്ന കാലമാണത്, മനസ്സിലായി. എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള 5 പേർ നിറഞ്ഞു നിൽക്കുകയാണ് പാട്ടെഴുതാൻ. എ.വി. വാസുദേവൻ പോറ്റി, പി.സി. അരവിന്ദൻ, ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി, എസ്. രമേശൻ നായർ, ആർ.കെ. ദാമോദരൻ, മനസ്സിലായി. അല്ലാതെ വേറെ നമ്മുടെ പ്രായമുള്ള ആരൊന്നും അന്നും ഇന്നും ഇല്ല രംഗത്ത്, ആ കാലത്ത് കാസറ്റ് രംഗത്ത് നിറഞ്ഞു നിന്നിട്ടില്ല. അപ്പോൾ ആ സമയത്ത് എന്നെ വിളിക്കുന്നു, ഞാനവിടെ ചെല്ലുന്നു. അപ്പോൾ ഓണത്തിന് ഓരോരോ സംഭവങ്ങളുണ്ടല്ലോ, ഒരു വഞ്ചിപ്പാട്ട്, ഒരു സങ്കടപ്പാട്ട്, ഒരു പ്രണയപ്പാട്ടൊക്കെ ഉണ്ടാവണമല്ലോ. അപ്പം ഞാനിങ്ങനെ പതിലുള്ള നാഴൂരി നെല്ലുമായി എന്നമ്മ പടികേറിയെത്തുന്ന സായന്തനം, കണ്ണീര് പെയ്യുന്ന കോലായിൽ എന്നോട് ശോകരാമായണ പാരായണം, ഓർമ്മകൾക്കിപ്പോഴും ബാല്യം ഓണനിലാവ് പോൽ ദീപ്തം എന്നെഴുതി. അനുപല്ലവിയിൽ ചിതലുകൾ ചിത്രം വരയ്ക്കുന്ന ചുമരിൽ ചിരിതൂകി അച്ഛൻ്റെ ഛായാചിത്രം, ഇല്ലായ്മ തൻ കളിത്തൊട്ടിലിൽ അനുജൻ്റെ എല്ലാം മറന്നുള്ള മയക്കം, ചിങ്ങക്കിളിപാടും പാട്ടിലും കഥനം, ഓർമ്മകൾക്കിപ്പോഴും ബാല്യം ഓണനിലാവ് പോൽ ദീപ്തം, ചരണം ഒഴിയാത്ത വേദന തീരുവാൻ മുത്തശ്ശി വെറുതെ പുരട്ടുന്നു ധാന്യന്തരം, ക്ലാവ് പിടിച്ചൊരു ഓട്ടുകിണ്ണം പോലെ കുഞ്ഞേച്ചിതൻ ലോലചിത്തം, ഏട്ടൻ വരുമെന്ന മോഹമോ വിഫലം എന്നോട് എഴുതി. പക്ഷെ അത് പാട്ടിൽ ഉപയോഗിച്ചില്ല. അവിടെയും ഓർമ്മകൾക്കിപ്പോഴും ബാല്യം, ഇങ്ങനെ പാട്ട് എഴുതി അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഒരു സംഗീത സംവിധായകൻ വരുന്നു, രഘുകുമാർ എന്നാണ് പേര്. എനിക്കറിയില്ല രഘുകുമാർ എന്ന് പറയുന്ന ആളെ അന്ന് താളവട്ടത്തിൻ്റെയൊക്കെ സംഗീത സംവിധാനമാണ്. വളരെ സിമ്പിളായിട്ട് നമ്മളോട് പറയുന്നു. അദ്ദേഹം കമ്പോസിങ് കഴിയുന്നു.